നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ ഗുരുവായൂരപ്പൻ വേണുഗാനം ഊഞ്ഞാലാടുന്നുണ്ട് കൃഷ്ണനായിരുന്നു കേട്ടോ. ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കുഞ്ഞു കുട്ടികളൊക്കെ വരുന്നുണ്ട്. അവരോടൊക്കെ കളിക്കാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഊഞ്ഞാലാടി കളിക്കാൻ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന തരത്തിൽ ഉണ്ണികൃഷ്ണനായിട്ട് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടിട്ടില്ല കേട്ടോ, ഞാൻ കേട്ടറിവാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാണ്. വേറൊന്നുമല്ല, ഇന്നലത്തെ നിങ്ങളുടെയൊക്കെ പ്രതികരണങ്ങൾ കണ്ട് കണ്ണും മനസ്സും എല്ലാം നിറഞ്ഞു. ഒരു നിമിഷം ഞാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം. ഗുരുവായൂരപ്പനോട് എങ്ങനെയൊക്കെയാണ് നന്ദി പറയേണ്ടതെന്ന് നിശ്ചയില്ല. അത്രയും സന്തോഷമായി. എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക്. അപർണ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട്, നാരായണീയം നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ട്, അപ്പോൾ അത് ഗുരുവായൂരപ്പനെ കൊണ്ടുവന്ന് സമർപ്പിക്കാൻ സാധിക്കുമെന്ന്. ഗുരുവായൂരപ്പനെ കൊണ്ടുവന്ന് സമർപ്പിക്കാം. നമ്മൾ നാമം എഴുതി കൊണ്ടുവന്ന് സമർപ്പിക്കുന്നത് പോലെ തന്നെ ഗുരുവായൂർ അമ്പലത്തിലെ ചുറ്റമ്പലത്തിലെ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ ഭണ്ണാരത്തിൻ്റെ മുകളിൽ സമർപ്പിക്കാം. അതല്ലെങ്കിൽ മണ്ഡപത്തിൽ സമർപ്പിക്കാം. ഞാൻ ഒരുപാട് തവണ പറയേണ്ടത് തോന്നുന്നു അല്ലേ ഈ ഒരു കാര്യം. എന്ത് തന്നെയായിരുന്നാലും ഗുരുവായൂരപ്പനെ കൊണ്ടുവരുന്ന നിവേദ്യ സാധനങ്ങളാണെങ്കിലും നമ്മൾ ഭക്തിപൂർവ്വം എന്ത് കൊണ്ടുവരികയാണെങ്കിലും അത് ഗുരുവായൂർ അമ്പലത്തിലെ കൊടിമരത്തിൻ്റെ ചുവട്ടിലെ ഭണ്ണാരത്തിൻ്റെ മുകളിലോ അതല്ലെങ്കിൽ നാലമ്പലത്തിനകത്ത് മണ്ഡപത്തിലോ നമുക്ക് സമർപ്പിക്കാൻ സാധിക്കും കേട്ടോ. ഭാഗ്യ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട്, പാല് ഗുരുവായൂരപ്പന് വഴിപാടായിട്ട് സമർപ്പിക്കാൻ സാധിക്കുമോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പാലഭിഷേകമാണ് നമുക്ക് ഷീട്ടാക്കാൻ സാധിക്കുക. അത് ഒരു ദിവസത്തിനായിട്ട് ഷീട്ടാക്കാൻ പറ്റില്ല. ഏറ്റവും ചുരുങ്ങിയത് 15 ദിവസത്തെ ആയിട്ട് പാലഭിഷേകം നമുക്ക് ഷീട്ടാക്കാൻ സാധിക്കും. അതല്ലാതെ പാലായിട്ട് ഗുരുവായൂരപ്പന് കൊണ്ടുപോയി കൊടുക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഗൃഹങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ നിന്നാണെങ്കിലും കൊണ്ടുവരുന്ന പാല് കൊടിമരത്തിൻ്റെ ചുവട്ടിൽ ഭണ്ണാരത്തിൻ്റെ മുകളിൽ സമർപ്പിക്കാം. പക്ഷെ അത് നിവേദ്യത്തിനായിട്ട് അകത്തേക്ക് എടുക്കാറില്ല കേട്ടോ. കാരണം ഇതൊക്കെ ഓൾറെഡി ഇവിടെ എല്ലാ ദിവസവും നടന്നു വരുന്നതായതുകൊണ്ട് തന്നെ ദേവസ്വം ഇതിനെല്ലാം അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഭക്തൻ ഒരു ദിവസം പാല് കൊണ്ടുവരും എന്ന് കരുതിയിട്ട് നമുക്ക് ആ ദിവസത്തെ പാലഭിഷേകത്തിനോ അല്ലെങ്കിൽ പാല് നിവേദ്യത്തിനോ പാൽപ്പായസത്തിനൊക്കെയുള്ള പാല് കുറച്ചെടുക്കാൻ പറ്റില്ലല്ലോ. കാരണം ഏതെങ്കിലും കാരണവശാൽ ആ ഭക്തന് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലെങ്കിലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേവസ്വത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം അവിടെ നടക്കുന്നുണ്ടായിരിക്കും. അപ്പം നമ്മൾ ഭക്തജനങ്ങൾക്ക് കൊണ്ടുപോയി സമർപ്പിക്കണമെങ്കിൽ അത് സമർപ്പിക്കാൻ സാധിക്കും, മാത്രമേ ഉള്ളൂ കേട്ടോ. വിഷുദിവസത്തിന് ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞ് നട അടക്കലുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഷീജ ചേച്ചിയാണ് ചോദിച്ചിരിക്കുന്നത്. ഉച്ചപൂജ കഴിഞ്ഞ് നട അടക്കലുണ്ട്. നട മുഴുവൻ സമയം തുറന്നിരിക്കുന്നത് ഏകാദശി സമയത്ത് മാത്രമാണ് കേട്ടോ. വിഷുദിവസത്തിൻ്റെ പ്രത്യേകത അന്നത്തെ ദിവസം വിഷുക്കണി കാണാൻ പറ്റും എന്നുള്ളതും പിന്നെ കാഴ്ചശിവേലി 2 നേരം മേളത്തോടു കൂടിയുള്ള കാഴ്ചശിവേലി ഉണ്ടായിരിക്കും എന്നുള്ളതുള്ളൂ. കാഴ്ചശിവേലി എന്താണെന്നറിയാത്തവർക്ക് 3 ആനയോടുകൂടി മേളത്തോടു കൂടി 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശിവേലിയാണ് കാഴ്ചശിവേലി എന്ന് പറയുന്നത്. മറ്റേത് ഒരു സാധാരണ എല്ലാ ദിവസവും ഉണ്ടാവുന്ന ശിവേലിക്ക് ഒരാനയേ ഉണ്ടാവുള്ളൂ. അത് 10 മിനിറ്റിനുള്ളിൽ അവസാനിക്കുന്ന ശിവേലിയാണ്. പക്ഷേ ഇത് 3 ആനയോട് കൂടിയിട്ടാണ് ഉണ്ടാവുക. അതും ഏകദേശം 2 മണിക്കൂറോളം മേളത്തോട് കൂടിയിട്ടുള്ള ശിവേലിയാണ് ഉണ്ടാവുക. അതിനെയാണ് കാഴ്ച ശിവേലി എന്ന് പറയുന്നത്. ഇത് 2 നേരം ഉണ്ടാവും കേട്ടോ. അതാണ് വിഷുവിൻ്റെ ദിവസത്തെ പ്രത്യേകതകളുള്ളത്. ഇനി സാധാരണ ദിവസം അത്താഴപൂജ കഴിഞ്ഞ് എപ്പോഴാണ് നട അടയ്ക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏകദേശം 8:15 കൂടിയാണ് അത്താഴപൂജ നട തുറക്കുന്നത്. നട തുറന്ന് ഏകദേശം 1 മണിക്കൂറോളം ദർശനത്തിന് ഭക്തജനങ്ങൾക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷമാണ് ഈ ഒരു പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ്, അതായത് വിളക്ക് എഴുന്നള്ളിപ്പിന് പുറത്തേക്ക് ഭഗവാൻ വരുന്നത്. അതിനുശേഷമാണ് അത്താഴപൂജയും വിളക്ക് എഴുന്നള്ളിപ്പും തൃപ്പുകയും കഴിഞ്ഞിട്ട് നടയടയ്ക്കുന്നത്. ഏകദേശം അതായത് നമ്മൾ ഭക്തജനങ്ങൾക്കുള്ള ദർശനം 9:30 ആകുമ്പോഴേക്കും ക്ലോസ് ചെയ്യും അകത്തേക്ക്, നാലമ്പലത്തിനകത്തേക്ക്. അതിനുശേഷം അത്താഴ ശിവേലിയും അതായത് വിളക്കെഴുന്നള്ളിപ്പും തൃപ്പുകയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം മുഴുവനായിട്ടും കൃഷ്ണനാട്ടംകളി ഉണ്ടെങ്കിൽ അതും കൂടെ കഴിഞ്ഞിട്ട് ചുറ്റമ്പലത്തിൻ്റെ ആ ഒരു നട അടയ്ക്കുള്ളൂ. കൃഷ്ണനാട്ടംകളി ഇല്ലെങ്കിൽ ചുറ്റമ്പലത്തിൻ്റെ നട 10:30 കൂടിയിട്ട് അടയ്ക്കും കേട്ടോ. അങ്ങനെയാണ് അതിൻ്റെ ഒരു ടൈമിങ്സ് വരുന്നത്. അടുത്ത ചോദ്യം ഗിരിജ ചേച്ചിയുടെ ചോദ്യമാണ് അടുത്തത്. വിശ്വരൂപം കേട്ടാൽ പ്രായമായ സ്ത്രീകൾക്ക് സാധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രായമായ സ്ത്രീകൾക്ക് സാധിക്കില്ല. 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്കോ അല്ലെങ്കിൽ പുരുഷന്മാർക്കോ മാത്രമേ സാധിക്കുകയുള്ളൂ. പുരുഷന്മാർക്ക് പ്രായപരിധിയില്ല, പക്ഷേ
സ്ത്രീകൾക്കാണെങ്കിൽ 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. അടുത്ത ചോദ്യം. ഷൈമ അനു എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് വിഷുക്കണി വെക്കുന്ന സമയം പറയണമെന്ന്. വിഷുക്കണി ഗുരുവായൂർ അമ്പലത്തിൽ വിഷുക്കണി വെക്കുന്നത് 2:42 മുതൽ 3:42 വരെയാണ്. സാധാരണ ദിവസങ്ങളിൽ ഗുരുവായൂരപ്പന് നട തുറക്കുന്നത് നിർമ്മാല്യ സമയം എന്ന് പറയുന്നത് 3 മണിയാണ്. ആ 3 മണിക്ക് ഭക്തജനങ്ങളെ അകത്തേക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന സമയം മുതൽ നിർമ്മാല്യം മാറ്റിക്കൊണ്ടിരിക്കും. അതായത് തലേ ദിവസത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയ്ക്ക് ചാർത്തിയ അലങ്കാരങ്ങൾ ഓരോന്നായിട്ട് മാറ്റിക്കൊണ്ടിരിക്കും. 3:10 3:15 കൂടിയിട്ടാണ് ആ നിർമ്മാല്യ ദർശനം അവസാനിച്ചിട്ട് വാഗചാർത്തിൻ്റെയും എണ്ണാഭിഷേകത്തിൻ്റെയൊക്കെ സമയമാവുന്നത്. പക്ഷേ വിഷുവിൻ്റെ ദിവസം 2:42 മുതൽ വിഷുക്കണി തുടങ്ങുകയാണ്. 3:42 വരെയും ആ ഒരു നിർമ്മാല്യത്തോടു കൂടി തന്നെയാണ് ഇരിക്കുന്നത്. വിഷുക്കണി ഒരുക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ മുഖമണ്ഡപത്തിലാണ് വിഷുക്കണി ഒരുക്കുന്നത്. മുഖമണ്ഡപം ഇനി എവിടെയാണെന്ന് ചോദിച്ചാൽ ശ്രീലകത്തേക്ക് കടക്കുന്ന ആദ്യത്തെ അറയാണ് മുഖമണ്ഡപം എന്ന് പറയുന്നത്. നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുതിട്ടുള്ള ആൾക്കാർക്കറിയാം, ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ 2-3 അറ ഉണ്ട്. അതായത് 3ാമത്തെ ഭാഗത്താണ് ആ ഒരു ഗർഭഗൃഹം അഥവാ ആ ഒരു ഭഗവാന്റെ വിഗ്രഹമുള്ള ഭാഗം എന്ന് പറയുന്നത് ആ 3ാമത്തെ അറയോട് കൂടിയിട്ടാണ് വരുന്നത്. പക്ഷേ ആദ്യത്തെ അറയിലാണ് വിഷുക്കണി ഒരുക്കുന്നത്. ആദ്യത്തെ അറയുടെ അപ്പം നമ്മൾ എങ്ങനെയാണ് അവിടെ കാണുക എന്ന് ചോദിച്ചാൽ, നമുക്ക് ആ ഒരു ദിവസം വിഷുക്കണിയുടെ സമയത്ത് എന്തായാലും നമുക്ക് സോപാനത്തിൻ്റെ അവിടെ വരെയും ദർശനം ഉണ്ടായിരിക്കും കേട്ടോ. ദർശന സൗകര്യം സോപാനത്തിൻ്റെ അവിടം വരെ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ മണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് സോപാനത്തിൻ്റെ അവിടേക്ക് പോകുന്ന വഴിയിൽ ആ ഒരു കിണറിൻ്റെ ഭാഗത്തു കൂടെയാണല്ലോ നമ്മൾ പോവുക. ആ ഭാഗത്തു നിന്ന് നമ്മൾ അങ്ങോട്ട് നോക്കുക. അവർ ആ സമയത്ത് നമ്മളെ ഇൻസ്ട്രക്റ്റ് ചെയ്യും, അവർ നോക്കി തൊഴുതോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ മുഖമണ്ഡപത്തിലെ ആ ഒരു ഭഗവാന്റെ പൊൻതിടമ്പിൻ്റെ മുൻപിലായിട്ട് നമ്മൾ ഓരോരോ ഗൃഹങ്ങളിൽ ഒരുക്കുന്ന വിഷുക്കണിക്ക് ഒരുക്കുന്ന എല്ലാ സാധനങ്ങളും വെച്ചുകൊണ്ട് തന്നെ ഒരുക്കിയിട്ടുണ്ടായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ആ ഒരു ദിവ്യ വിഗ്രഹം അതിനുശേഷം കണ്ടു തൊഴുകയും ചെയ്യാം കേട്ടോ. ആ ഭഗവാന്റെ തിടമ്പാണ് ആ ഒരു കണിയുടെ മുമ്പിലായിട്ട് വെച്ചിട്ടുണ്ടായിരിക്കുക. മുഖമണ്ഡപം എന്ന് പറയുന്നത് നമസ്കാര മണ്ഡപത്തിൽ നിന്ന് വ്യത്യാസമുണ്ട്. നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് 4 കാലോട് കൂടിയിട്ടുള്ള ആ 4 തൂണുകളോട് കൂടിയിട്ടുള്ള മണ്ഡപം, നമ്മളെല്ലാം സമർപ്പിക്കുന്ന മണ്ഡപം, അത് നമസ്കാര മണ്ഡപമാണ്. അവിടെയല്ല കണിയൊരുക്കിയിട്ടുണ്ടാവുക, മുഖമണ്ഡപത്തിലാണ് കണിയൊരുക്കിയിട്ടുണ്ടാവുക. അത് ശ്രീലകത്തിൻ്റെ ആദ്യത്തെ അറയാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് കാണാൻ എല്ലാവർക്കും സാധിക്കട്ടെ. വരാൻ സാധിക്കുന്ന ആളുകൾക്ക്. അടുത്ത ചോദ്യം. സജികുമാർ എന്ന ഭക്തൻ ചോദിച്ചിട്ടുണ്ട്, ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിത്രം സമർപ്പിക്കേണ്ടത് എവിടെയാണെന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വരച്ച ചിത്രമാണെന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം ചുമർ ചിത്രത്തിനെ കുറിച്ചാണ് ചോദിച്ചത്. അദ്ദേഹത്തിന് മേൽശാന്തിക്ക് സമർപ്പിക്കണം എന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. ഇപ്പോഴാട്ടോ വ്യക്തമായത്. മേൽശാന്തിക്ക് സമർപ്പിക്കേണ്ടത് എങ്ങനെയാണ് എവിടെയാണോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മേൽശാന്തി പുറപ്പെടാശാന്തിയാണല്ലോ ഗുരുവായൂർ അമ്പലത്തിലെ മേൽശാന്തി എന്ന് പറഞ്ഞാൽ. അവനവൻ്റെ ഗൃഹം വിട്ട് ആ ഒരു എന്നാണോ അദ്ദേഹം മേൽശാന്തി സ്ഥാനം വഹിക്കാൻ തുടങ്ങുന്നത്, ചുമതല ഏൽക്കുന്നത്, അന്ന് മുതൽ ആ മേൽശാന്തി അവിടെ നിന്ന് മാറുന്നില്ല. അതായത് ഗുരുവായൂർ അമ്പലം വിട്ട് പുറത്തേക്ക് കടക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്രമം, അദ്ദേഹത്തിൻ്റെ താമസം മുഴുവൻ ഗുരുവായൂർ അമ്പലത്തിനകത്ത് തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ കാണേണ്ട സമയം എന്ന് പറയുന്നത് അദ്ദേഹം ആ ശ്രീലകത്ത് ഉണ്ടായിരിക്കുന്ന സമയമല്ലാത്തത്. ശ്രീലകത്ത് കുറച്ച് സമയം അദ്ദേഹത്തിൻ്റെ ചുമതലകളെല്ലാം നിർവഹിക്കുക മാത്രമല്ല, അദ്ദേഹം പുഷ്പാഞ്ജലി പ്രസാദം കൊടുക്കാനായിട്ട് നാലമ്പലത്തിനകത്തുള്ള ഗണപതിയുടെ ആ ഒരു അമ്പലത്തിൻ്റെ പിന്നിലായിട്ടുണ്ടായിരിക്കും. ഗണപതിയുടെ ആ ഒരു ഉപദേവതാ പ്രതിഷ്ഠയുടെ തൊട്ട് പിന്നിലായിട്ട് അദ്ദേഹത്തിൻ്റെ മേൽശാന്തി ഇരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും. അവിടെയാണ് നമ്മൾ അർച്ചന പ്രസാദമൊക്കെ വാങ്ങാനായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വിശ്രമിക്കുന്ന സമയങ്ങളിലാണ് മേൽശാന്തി മുറിയിൽ നമ്മൾ ഭക്തജനങ്ങൾക്ക് അദ്ദേഹത്തിനെ പോയി കാണാനുള്ളൊരു അവസരമുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പോകേണ്ടത് കുറച്ച് അധികം നോയ്സി ആണെന്ന് തോന്നുന്നു കേട്ടോ. അതാണ് ഞാൻ നിർത്തിയത്. അദ്ദേഹം ഉണ്ടായിരിക്കുന്നത് വടക്ക് വശത്ത്, അതായത് നമ്മൾ നാലമ്പലത്തിനകത്ത് നിന്ന് പുറത്തേക്ക് കടക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതാണ് വടക്ക് വശം എന്ന് പറയുന്നത്. ഗുരുവായൂരപ്പനെ നമ്മൾ നാലമ്പലത്തിനകത്ത് പോയി തൊഴുതിട്ട് പുറത്തേക്ക് കിടക്കുന്ന ആ ഭാഗമാണ് വടക്ക് ഭാഗം. ആ വടക്ക് ഭാഗത്ത് ആണ് മേൽശാന്തിയുടെ 1ാമത്തെ നിലയിലാണ് മേൽശാന്തിയുടെ വിശ്രമമുറി ഉണ്ടായിരിക്കുക. വടക്ക് ഭാഗത്ത് നിന്ന് പ്രസാദ കൗണ്ടർ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഭാഗത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഗോവണിയുണ്ട്. അത് മേൽശാന്തി മുറിയിലേക്കുള്ള ഗോവണി എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്റ്റെപ്പാണ്. കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. പുതിയതായിട്ട് നിർമ്മിച്ചതാണ്. അപ്പം അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു
ചോദിക്കണം എങ്ങനെയാണ് മേൽശാന്തി മുറിയിലേക്ക് പോകുകയെന്ന്. അപ്പോൾ അവർ ആ ഗോവണി കാണിച്ചു തരും. ആ ഗോവണി കയറി ചെന്ന് കഴിഞ്ഞാൽ മേൽശാന്തിക്ക് ഒഴിവുള്ള സമയമാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ അവിടെ വെയിറ്റിംഗ് ഏരിയ ഉണ്ട്, അവിടെ പോയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആ ഒഴിവുള്ള സമയത്ത് നമ്മളെ അകത്തേക്ക് വിളിപ്പിക്കും. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം, അദ്ദേഹത്തിനെ കണ്ട് തൊഴുത് നമസ്കരിക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ചിത്രം അദ്ദേഹത്തിനാണ് സമർപ്പിക്കേണ്ടതെങ്കിൽ ഇങ്ങനെയാണ് പോയി കാണേണ്ടത്. മേൽശാന്തി മുറി ഉണ്ട്. മേൽശാന്തി മുറി എവിടെയാണെന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ അവർ കറക്റ്റായിട്ട് കാണിച്ചു തരും കേട്ടോ. അപ്പോൾ മേൽശാന്തി വിശ്രമിക്കുന്ന സമയമാണെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് സമർപ്പിക്കാൻ സാധിക്കും. അടുത്ത ചോദ്യം, ഗീത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, നമ്മൾ സ്വർഗാരോഹണം കൃഷ്ണനാട്ടംകളി കാണുന്ന സമയത്ത് അവതാരം കൃഷ്ണനാട്ടംകളിയും കൂടി കാണണം അല്ലേ, അങ്ങനെയല്ലേ സവിത പറഞ്ഞു ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആ ഇന്നലത്തെ ഭജന ഇരിക്കുന്നതിൻ്റെ വീഡിയോ ഇന്നലെ അപ്ലോഡ് ആയിട്ടുണ്ട്, കാണാത്തവർ കാണണം കേട്ടോ. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വർഗാരോഹണം കൃഷ്ണനാട്ടംകളി കാണുന്നവർ അവതാരം കൃഷ്ണനാട്ടംകളിയും കൂടി കാണണം, കാണാൻ സാധിക്കില്ലെങ്കിൽ നിങ്ങൾ സ്വർഗാരോഹണം കളി സ്കിപ്പ് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചു. അത് മറ്റൊന്നുമല്ല, സ്വർഗാരോഹണം കൃഷ്ണനാട്ടംകളി ഷീട്ടാക്കുന്നവർ അവതാരം കൃഷ്ണനാട്ടംകളിയും കൂടി ഒരുമിച്ച് ഷീട്ടാക്കണം എന്നാണ് പറയാം. സ്വർഗാരോഹണം മാത്രമായിട്ട് നമ്മളങ്ങനെ ഷീട്ടാക്കാൻ പാടില്ല അത്രേ. അപ്പോൾ ഭഗവാന്റെ ആ ഒരു ഈ ധാമം വിട്ടിട്ട്, ഈ ഒരു ഭൂമി എന്ന ഈ ഒരു ധാമം വിട്ട് ഭഗവാൻ മറ്റൊരു ലോകത്തേക്ക് പോയി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അനുസ്മരിക്കാൻ പാടില്ല. കാരണം ഗുരുവായൂരപ്പൻ ഇപ്പോഴും ഇവിടെയൊക്കെ ഉണ്ടല്ലോ, നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ഭഗവാനുണ്ട്, ഗുരുവായൂർ അമ്പലത്തിൽ ഭഗവാനുണ്ട്. സർവം വിഷ്ണുമയം എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ, സർവം കൃഷ്ണമയം എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ഭഗവാൻ ഈ ധാമം വിട്ട് പോയ ആ ഒരു ഭാഗത്ത് വെച്ച് നിർത്താൻ പാടില്ല, അവതാരത്തോടു കൂടി മാത്രമേ നിർത്താൻ പാടുള്ളൂ എന്നാണ് പൂർവികർ അനുസ്മരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ചിട്ടയും. കാരണം അതുകൊണ്ടാണല്ലോ സ്വർഗാരോഹണം കൃഷ്ണനാട്ടങ്ങളി ഷീട്ടാക്കുന്ന ആളുകൾ ഒരുമിച്ച് അവതാരം കൃഷ്ണനാട്ടങ്ങളെയും കൂടി ഷീട്ടാക്കണം എന്ന് പറയുന്നത്. അതിന് പ്രത്യേക എമൗണ്ടും കൂടിയാണ് കേട്ടോ. സ്വർഗാരോഹണം ഷീട്ടാക്കുമ്പോൾ ഒപ്പം അവതാരത്തിന് 300 രൂപയാണ് ദേവസ്വം, 3000 രൂപയാണ് ഒരു കൃഷ്ണനാട്ടങ്ങളി ഷീട്ടാക്കാൻ. പക്ഷേ സ്വർഗാരോഹണത്തിന് മാത്രം 3300 കാരണം പിറ്റേ ദിവസത്തെ അവതാരത്തിൻ്റെ ഒരു പങ്കും കൂടി നമ്മളുടെ വകയാവണം എന്നാണ് നിശ്ചയിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത ചോദ്യം, ശ്യാമള എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട്, വിഷുക്കണി കാണാൻ എപ്പോഴാണ് ക്യൂ നിൽക്കേണ്ടതെന്ന്. ഞാൻ പറഞ്ഞല്ലോ 2:40 കണി കാണാൻ ഭക്തജനങ്ങൾക്ക് അകത്തേക്ക് പ്രവേശനം തുടങ്ങുക 2:40 2:40 തൊട്ട് 3:40 വരെ എന്നുള്ളതാണ് സമയം പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു സംശയം തോന്നാം, എന്തുകൊണ്ടാണ് 3:40 വരെ, അത് കുറച്ച് നീട്ടിക്കൂടി എന്നുള്ളത്. പക്ഷേ ഇവിടെ ഈ കണി വെച്ച സ്ഥലത്ത് നിന്ന് ആ തിടമ്പ് എടുത്ത് മാറ്റിയതിന് ശേഷം നിർമ്മാല്യത്തിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ നമുക്ക് ആ കണി മുഖമണ്ഡപത്തിൽ കാണാൻ പറ്റില്ല വിചാരിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കണിയുടെ എല്ലാ വസ്തുക്കളും ആ നമസ്കാര മണ്ഡപത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമസ്കാര മണ്ഡപത്തിൽ നമുക്ക് ഗുരുവായൂരപ്പനെയും കണിയും കൂടി ഒരുമിച്ച് കാണാൻ പറ്റും അന്നത്തെ ദിവസം തൊഴാൻ വരുന്നവർക്കൊക്കെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഒരുക്കി വെച്ച കണി തന്നെ കണ്ടോളണം എന്ന് നിർബന്ധമില്ല. അതേ കണി വസ്തുക്കളെല്ലാം തന്നെ ആ ഒരു നമസ്കാര മണ്ഡപത്തിലും കൂടി ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ എന്നോട് ചോദിച്ചത് എപ്പോൾ തൊട്ടാണ് വരിയിൽ നിൽക്കേണ്ടതെന്ന്, ഒരു ഐഡിയ ഇല്ല എന്നുള്ള പറയേണ്ടത്. കാരണം സാധാരണ 3 മണിക്ക് നിർമ്മാല്യത്തിന് തന്നെ വരിയിൽ നിൽക്കുന്നവർ 12 മണി തൊട്ടൊക്കെ വരിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് വിഷുക്കണി കാണാൻ എന്ന് പറയുമ്പോൾ കുറച്ചധികം നേരത്തെ തന്നെ തലേ ദിവസം രാത്രിയിൽ തന്നെ, അതായത് അത്താഴപൂജ കഴിഞ്ഞ് നടയടയ്ക്കുമ്പോൾ തന്നെ ആളുകൾ നിന്ന് തുടങ്ങുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കൃത്യമായിട്ടുള്ളൊരു സമയം ചോദിച്ചാൽ എനിക്ക് പറയാൻ നിശ്ചയില്ല കേട്ടോ. പിന്നെ 65 വയസ്സിന് മേലെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ സംവിധാനമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സീനിയർ സിറ്റിസൺ ക്യൂ ഉണ്ട്. സാധാരണ സമയം 4:30 ഈ വിഷുക്കണിയുടെ ദിവസം അതിൻ്റെ സമയത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ളത് അന്വേഷിച്ചതിന് ശേഷം പറയാം കേട്ടോ. വിവേക് പാർവതി ചോദിച്ചിട്ടുണ്ട്, ഗുരുവായൂർ അമ്പലത്തിലെ കണിക്കോപ്പുകൾ എന്തൊക്കെയാണ്? നമ്മളുടെ ഗ്രഹങ്ങളിലുള്ളതല്ല, ഗുരുവായൂർ അമ്പലത്തിലെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളുടെ ഗ്രഹങ്ങളിൽ ഒരുക്കുന്ന പോലെ തന്നെയാണ് കണിക്കോപ്പുകളെല്ലാം ഒരുക്കുന്നത്. വാൽക്കണ്ണാടി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ കണിവെള്ളരി ഉണ്ടായിരിക്കും, എല്ലാ ചക്കാമാങ്ങ അതൊക്കെ ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ ഗുരുവായൂരപ്പൻ്റെ പൊൻതിടമ്പിൻ്റെ മുൻപിലാണ് ഇതെല്ലാം ഒരുക്കി വയ്ക്കുക എന്നുള്ളതാണ് ഗുരുവായൂർ അമ്പലത്തിലെ കണിയുടെ പ്രത്യേകത. അപ്പോൾ അത് മുഖമണ്ഡപത്തിലാണ് ഒരുക്കി വയ്ക്കുക. മുഖമണ്ഡപം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, നാലമ്പലത്തിനകത്ത് ശ്രീലകത്താണ് ഒരുക്കി വയ്ക്കുന്നത്. ഇപ്പോൾ ഈ ഒരു മണിക്കൂർ സമയം മാത്രമാണ് ശ്രീലകത്ത് ഒരുക്കി വയ്ക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പല ആളുകൾക്കും അത് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയും വിഷമവും ഒക്കെ ഭഗവാൻ കണക്കിലെടുത്തുകൊണ്ട് മുഖമണ്ഡപത്തിൽ മാത്രമല്ല നമസ്കാര മണ്ഡപത്തിലും കൂടി കണിക്കോപ്പുകളെല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ പിന്നെ ആ കണിക്കോപ്പുകളും മുമ്പിലേക്ക് നോക്കിയാൽ ഗുരുവായൂരപ്പനെയും കൂടി നമുക്ക് ഒരുമിച്ച് കാണാൻ സാധിക്കുമല്ലോ. അങ്ങനെ ഒരു സൗകര്യവും കൂടി ചെയ്തു തരും നമുക്ക് ദേവസ്വക്കാർ എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഓരോ ഭക്തജനങ്ങൾക്കും കാണാൻ സാധിക്കട്ടെ. ഈ ഒരു 2:42 മുതൽ 3:42 വരെയുള്ള സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ലെങ്കിലും അന്നത്തെ ദിവസം നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കട്ടെ, ഓരോരുത്തർക്കും സാധിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. ഇന്നലത്തെ നമ്മളെ ഭജന ഇരിക്കുന്ന വീഡിയോൻ്റെ താഴെയും കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി പറയാം കേട്ടോ. കുറച്ച് പേരും കൂടി കാണൂ കേട്ടോ. ഭജന ഇരിക്കണം, ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ, മറന്നു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാണാത്തവരുണ്ടെങ്കിൽ, എൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇന്നലത്തെ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിച്ച ആളുകൾ ഒരു വീഡിയോ കൂടി ഉണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ ഭജന ഇരിക്കുന്ന വിധി എങ്ങനെയാണ് എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് തവണ ചോദിച്ചതിൻ്റെ പേരിലാണ് കേട്ടോ ഇന്നലെ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിനിടയിലും കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ നാളെ ഉത്തരം പറയാം കേട്ടോ. ഇന്നിപ്പോൾ ഒരുപാട് സമയം ഞാൻ ഇന്നലത്തെ വീഡിയോൻ്റെ മാത്രം ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ നാളെ കൂടുതൽ വിശേഷങ്ങളൊക്കെ കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു, കഥകളും കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു. ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ, ഭയങ്കര തിരക്കല്ല ഇവിടെ നടയിൽ. അപ്പോൾ അതുകൊണ്ടാണ് കഥകളിലേക്കൊന്നും കടക്കാത്തത്. നമ്മൾ സാധാരണ പറയുന്ന കാര്യങ്ങൾ മാത്രം പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നാളെ കൂടുതൽ കഥകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കേശവൻ്റെ അടുത്ത് വെച്ചിട്ട്, മരപ്രഭുവിൻ്റെ അടുത്ത് വെച്ച് പറയാമെന്ന് വിചാരിക്കുന്നു. നന്ദി.